ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ നമുക്കറിയാം. കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ അതിരുകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ വടക്ക് എന്താണ്? കർണാടകമാണ്. തെക്ക് തമിഴ്നാട്. കേരളത്തിന് തെക്ക് എന്താണ്? തമിഴ്നാടാണ്. കേരളത്തിന് കിഴക്കും എന്താണ്? തമിഴ്നാട് തന്നെയാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറാണെങ്കിൽ അറേബ്യൻ സീ ആണ്, അറബിക്കടലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? കേരളത്തിൽ 14 ജില്ലകളുണ്ട്. കേരളത്തിൽ 14 ജില്ലകൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ, 78 താലൂക്കുകൾ, 78 താലൂക്കുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്ത് ആണ് എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. കേട്ടോ, ഓർത്ത് വെച്ചോണം. അതുപോലെ 87 മുനിസിപ്പാലിറ്റികൾ. കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്? 87 മുനിസിപ്പാലിറ്റി ഉണ്ട്. അപ്പോൾ കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളുണ്ടെന്ന് ചോദിച്ചാൽ 6 കോർപ്പറേഷനുകൾ. കേരളത്തിലെ 6 കോർപ്പറേഷനുകൾ. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ, 20 ലോകസഭാ മണ്ഡലങ്ങൾ. കേരളത്തിൽ 20 ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത്. 20 ലോകസഭാ മണ്ഡലങ്ങൾ. കേരളത്തിൽ 9 രാജ്യസഭാ മണ്ഡലങ്ങൾ. കേരളത്തിൽ 9 രാജ്യസഭാ മണ്ഡലങ്ങൾ ആണ് കേരളത്തിലുള്ളത്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വേഴാമ്പലാണ്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. അതുപോലെ തന്നെ പറയുകയാണ് കേരളത്തിലെ സംസ്ഥാന പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ്. സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആനയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആനയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ്. ഏതാണ്? കരിമീനാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കരിമീനാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക നദി ഏതാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ നമുക്കറിയാം. അതുപോലെ കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏതാണ്? കേരളത്തിൻ്റെ തനതായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഏതാണ്? മോഹിനിയാട്ടം. കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 3.5 കോടി ജനങ്ങൾ. 3.5 കോടി ജനങ്ങളാണ് എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. 3.5 കോടി ജനങ്ങൾ. അതുപോലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടുക്കിയാണ്. തെറ്റിപ്പോയത് പാലക്കാടല്ല, ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ജില്ല കാസർഗോഡാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടമലക്കുടിയാണ്. അത് ഇടമലക്കുടി എവിടെയാണ്? ഇടുക്കിയാണ്. ഇടമലക്കുടി ഇടുക്കിയാണ്. അതുപോലെ കേരളത്തിൽ 34 കായലുകൾ. കേരളത്തിൽ 34 കായലുകളുണ്ട്. കേരളത്തിൽ 44 നദികളുണ്ട്. 41 നദികൾ എന്ത് ചെയ്യുന്നു? പടിഞ്ഞാറോട്ടൊഴുകുന്നു. കേരളത്തിൽ 3 നദികൾ എന്തോ ചെയ്യുന്നു? കിഴക്കോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ 3 നദികൾ എന്തോ ചെയ്യുന്നു? കിഴക്കോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ പമ്പയല്ല, പാമ്പാർ തുടങ്ങിയ 3 നദികൾ എന്ത് ചെയ്യുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ഇനി പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് വലുതായി പോകും.
അപ്പോൾ നമുക്ക് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ സെക്കൻഡ് പാർട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക, തുടർച്ചയായിട്ട് കാണുക. ആരെയും വീഡിയോ കാണാൻ നിർബന്ധിക്കുകയൊന്നുമില്ല. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വീഡിയോ കാണുക.